നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുകയാണ്. ജനങ്ങളുടെ വോട്ട് മോഷ്ടിക്കുന്നവർ അധികാരം ഒഴിയണമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, രാഹുൽ ഉയർത്തിയ വോട്ട് കൊള്ള ആരോപണം അത് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകമായിരിക്കും മോദിയുടെ ഈ സന്ദർശനം? അതുപോലെ തന്നെ വോട്ട് അധികാർ യാത്ര തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ അനുശ്രീ, ഏതായാലും തെരഞ്ഞെടുപ്പ് മാസമാണ് ബീഹാറിൽ. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ പ്രചാരണമൊക്കെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ പ്രചാരണമൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നു, പ്രധാനമന്ത്രി ഇന്ന് എത്തുന്നു. അതുകൊണ്ട് തന്നെ ബീഹാറിനെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് 6ാമത്തെ സന്ദർശനമാണ് ബീഹാറിൽ. ഇന്നേതായാലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഏതാണ്ട് 13,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ഒപ്പം തന്നെ ചില പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ്. പ്രധാനമായും ഗയയിലാണ് ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ മൊഗാമ പാലം, ഏതാണ്ട് 6 വരി പാലത്തിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. ഒപ്പം തന്നെ വിവിധ റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 2 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ആണ് ഇന്ന് നിർവഹിക്കുന്നത്. അതിലൊന്ന് അമൃത് ഭാരത് എക്സ്പ്രസ്, ഗയയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നു. അങ്ങനെ 2 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കൂടി നിർവഹിക്കുന്നുണ്ട്. തീർച്ചയായും NDA സംബന്ധിച്ച് ഇത് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം 2005 ശേഷം നോക്കുകയാണെങ്കിൽ ബീഹാറിൽ നിതീഷ് കുമാർ ഇല്ലാതെ ഒരു ഭരണം ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ ഭൂരിപക്ഷം സമയവും നിതീഷ് കുമാർ NDAക്കൊപ്പമായിരുന്നു, BJPക്കൊപ്പമായിരുന്നു. ചില കാലങ്ങളിൽ മാത്രം മാറി മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴും നിതീഷ് കുമാർ തന്നെയായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചിരുന്നത്, ഭരണത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇന്ത്യ സഖ്യമാകട്ടെ ഇത്തവണ തിരിച്ചുവരാനുള്ള ശ്രമം വലിയ തോതിൽ നടത്തുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ മഹാസഖ്യമായി മത്സരിക്കുമ്പോൾ പോലും 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അവർക്ക് ഭരണം നഷ്ടപ്പെടുന്നത്. NDAക്ക് 125 സീറ്റ് നേടുന്നു, ഇന്ത്യ സഖ്യം 110 സീറ്റ് നേടുന്നു. ഏതായാലും ഇത്തവണ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് സംസ്ഥാനത്തുണ്ട്. കാരണം വോട്ട് അധികാർ യാത്ര ഇപ്പോൾ സംസ്ഥാനത്ത് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബീഹാറിലെ വലിയൊരു വിഭാഗം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അതിനെ ചോദ്യം ചെയ്ത് നിലവിൽ കേസൊക്കെ തന്നെ സുപ്രീം കോടതിയിലുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ഈ യാത്രയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ യാത്ര ഇപ്പോൾ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. കടുത്ത ആക്രമണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ എന്ത് വിമർശനം നടത്തിയോ അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ വോട്ട് മോഷ്ടിച്ച് അധികാരത്തിലെത്തിയതാണ് കേന്ദ്ര സർക്കാർ, അവർക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നു. ഒപ്പം ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ വോട്ട് കൊള്ള നടത്തിയിട്ടുണ്ട് NDAയും BJPയും. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്നലെ മുംഗേറിലെ റാലിയിൽ പറഞ്ഞത്. ഏതായാലും ഇത്തവണ വോട്ട് കൊള്ളയ്ക്കൊരു അവസരമുണ്ടാക്കില്ല, അത് തടയും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബീഹാറിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഈ മുദ്രാവാക്യം അത് രാജ്യത്താകെ അലയടിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അടുത്ത മാസത്തോടുകൂടി സെപ്റ്റംബർ 20 ശേഷം ഒരു പ്രഖ്യാപനം ബീഹാറിന്റെ കാര്യത്തിൽ ഉണ്ടാകാം. കാരണം ഒക്ടോബർ മാസത്തിലാണ് സാധാരണഗതിയിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും RJDയും നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ JDUവും BJPയും നയിക്കുന്ന NDA സഖ്യവും കടുത്ത പ്രചാരണം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുശ്രീ, രാകേഷ്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് NDAക്ക് അതിപ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴും രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ അതുപോലെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ മറികടന്നൊരു വിജയം എന്നത് എത്രത്തോളം ശ്രമകരമായിരിക്കും? അതെ, കാരണം ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു വലിയ ഫാക്ടർ ബീഹാറിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് നിതീഷിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും അവിടെ BJPയാണ്, NDAയിൽ BJPയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്, JDU ആയിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ LJP അവിടെ
പലയിടത്തും ഏതാണ്ട് മിക്ക മണ്ഡലങ്ങളിലും JDU-വിനെതിരെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എങ്കിൽ പോലും തുടർച്ചയായി ഏതാണ്ട് 20 വർഷം ഭരിച്ച ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഭരണവിരുദ്ധ വികാരം നിതീഷിനുണ്ട്. മാത്രവുമല്ല, നിതീഷിന് പഴയ പ്രതാപം ഇന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അങ്ങനെ പല പ്രതിസന്ധിയും NDA സംബന്ധിച്ച് സംസ്ഥാനത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല പദ്ധതികളും ഈ അടുത്തിടെയാണ് ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു പ്രഖ്യാപനത്തിലേക്കൊക്കെ തന്നെ നിതീഷ് കുമാറും സർക്കാരും കടന്നത്. ഏതായാലും പ്രധാനമന്ത്രി കൂടി ഇന്ന് എത്തുന്നു. പ്രധാനമന്ത്രിയെ മുൻനിർത്തിയൊരു പ്രചാരണം അത് ഏതായാലും NDA ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ തുടർച്ചയായി ബീഹാറിലെത്തുന്നത്. ഏതാണ്ട് ഇത്തവണത്തെ കണക്ക് നോക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി 6 തവണ ബീഹാറിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതാണ്ട് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ചില പദ്ധതികളുടെയൊക്കെ തന്നെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിൽ വലിയ മാറ്റം കൊണ്ടുവന്നത് NDA സർക്കാരാണ്. ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്നത് NDA സർക്കാരാണ്. അതിനുള്ള തുടർച്ച എന്ന നിലയ്ക്കായിരിക്കും BJP ഇത്തവണ വോട്ട് തേടാൻ ശ്രമിക്കുക. ഏതായാലും ഇന്ത്യ സഖ്യമാകട്ടെ വലിയ തിരിച്ചുവരനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് 2005-ൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതാണ്. അതിനുശേഷം പിന്നീട് JDU-വിനൊപ്പം മാത്രം ചില ചെറിയ കാലയളവിൽ മാത്രമാണ് RJDക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2015 നോക്കുകയാണെങ്കിൽ അന്ന് JDU-യും RJD-യും ഒരുമിച്ചാണ് മത്സരിച്ചത്. RJD ആയിരുന്നു അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് അന്ന് ലാലു പ്രസാദ് യാദവ് എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ RJDക്ക് പല ഘട്ടങ്ങളിലും അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു നിയമസഭയിലെ. പക്ഷേ സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയൊക്കെ പ്രകടനം മോശമായതുകൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷ തേജസ്വി യാദവിനുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ട്. ഏതായാലും വലിയ ജനപിന്തുണ പ്രത്യേകിച്ച് യുവാക്കളുടെയും സ്ത്രീകളുടെയും ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ഇത്തവണ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ RJD നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളും മോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.